ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുള്ള വേദനകൾ, അതായത് സന്ധിവേദന. നടുവേദനയാവാം, കഴുത്ത് വേദനയാവാം, കൈമുട്ട് വേദനയാവാം, കാലിൻ്റെ മുട്ടുവേദനയാവാം, അതും അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെ ചെറിയ വിരലുകളുടെ ജോയിൻസിലുണ്ടാകുന്ന വേദന, ഇങ്ങനെ ഏത് തരം വേദനയായാലും അതിന് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെമഡിയെക്കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ഈ വേദന വരുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. മിക്കപ്പോഴും ഒരു 35 വയസ്സിന് മുകളിൽ, അതായത് 40-45 വയസ്സോ അല്ലെങ്കിൽ മെനോപോസിനോടനുബന്ധിച്ചൊക്കെ വരുന്ന വേദനയ്ക്ക് സ്ത്രീകളിൽ, അതുപോലെ പ്രായമായിട്ടുള്ളവരിലൊക്കെ വരുന്ന വേദനയ്ക്ക് കാരണം മിക്കവാറും കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കും. അത് കഴപ്പാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. അതായത് കുറച്ച് നേരം ഒരേ പൊസിഷനിൽ നിന്ന് കഴിയുക, അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുക, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നടുവിനുണ്ടാകുന്ന ഒരു കഴപ്പ്, അല്ലെങ്കിൽ കാൽമുട്ട് കുറച്ചധികം നടന്നു കഴിഞ്ഞു, നിന്ന് കഴിഞ്ഞു, അങ്ങനെയൊക്കെ വരുന്ന കഴപ്പ്, അങ്ങനെയുള്ള വേദനയ്ക്ക് ശരിക്കും കാരണം കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് കാൽഷ്യം മരുന്നുകളും കാൽഷ്യം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അതല്ലാതെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം, അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ ചെറുതായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് വരുന്ന വേദനകൾ, അങ്ങനെയുള്ള അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലെല്ലാം നല്ല സ്റ്റിഫായിരിക്കും. മസിൽ സ്റ്റിഫ്നെസ്സോടുകൂടി നമുക്ക് നമ്മുടെ ജോയിൻറ്റ് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് ജോയിൻ്റ് അനക്കാൻ, സന്ധി ശരിക്കും നമുക്ക് കൈമുട്ട് മടക്കുക എന്നുള്ളതിൽ വേദനയാവുക, അല്ലെങ്കിൽ കാലുമുട്ട് മടക്കുക, നടുവും മടക്കി നിവരുക എന്നുള്ളിടത്ത് വേദന വരിക, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ വേദന വരിക, ഇത് ശരിക്കും മസിൽ സ്റ്റിഫ്നെസ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെമഡി, അത് സാധാരണ നമ്മൾ എന്തെങ്കിലും എണ്ണയോ ബാമോ ഒക്കെയാണ് നമ്മൾ പുരട്ടാറ്. അതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഇത് പുരട്ടിയ ഉടനെ നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ് ലിനമെൻറ്റ്. ഇത് നമ്മൾ ലിനമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും കൗണ്ടർ ഇറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. അത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് തിരുമ്മി പിടിപ്പിക്കുക എന്നുള്ളതാണ്. വെറുതെ തേച്ചാൽ പോരാ, നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി മസാജും ചെയ്യരുത്. പക്ഷേ നമ്മളതിനെ ജസ്റ്റ്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ വിക്സോ മറ്റ് ബാമോ ഒക്കെ എങ്ങനെയാണ് പുരട്ടുക, കുറച്ച് നേരം ഒന്ന് പുരട്ടി ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്യും. ഇത് ശരിക്കും ഇതിൻ്റെ മീനിങ്, ലിനമെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്, അതായത് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലിനിമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ വേദന ശരിക്കും മാറ്റം വരും. സാധാരണ നമ്മൾ വോളിനി ജെല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെയിൻ കില്ലറൊക്കെയാണ് വീട്ടിൽ വെക്കാറ്. പക്ഷെ അതിനേക്കാളും ഇഫക്റ്റീവായിട്ട് നമുക്ക് രോഗം മാറുന്നതിന് നമ്മളെ സഹായിക്കുന്ന, വേദന മാത്രം പോയാൽ പോരാ, നമുക്കതിൻ്റെ കാരണം കൂടി മാറണമല്ലോ. അപ്പോൾ ഈ മസിൽ സ്റ്റിഫ്നെസ്സൊക്കെ മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ലിനമെൻറ്റ്സ്. ഇപ്പോൾ നമ്മുടെ കമ്പനികൾ, മിക്ക ആയുർവേദ കമ്പനികളും പല പേരിൽ ലിനമെൻറ്റ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാല റൂക്കോട്ട് ലിനമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ നാഗാർജുനയാണെങ്കിൽ റൂമാറ്റ് ലിനമെൻറ്റ്. ഈ റൂമാറ്റ് ലിനമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 തൈലങ്ങൾ ചേർത്തിട്ട്, മഹാനാരായണ തൈലം, ധാനുന്തരം തൈലം, അങ്ങനെ 4-5 തൈലങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ വൈദ്യരത്നത്തിൻ്റെ റെക്കോ പെയിൻ ബാം, ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ്. സന്ധിലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിനമെൻ്റ് ഉണ്ട്, അതും നല്ല ഇഫക്റ്റീവാണ്. ഈ ലിനമെൻറ്റ്സ് നമ്മൾ വേദന വരുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിരിക്കുക, അത്രേ വേണ്ടൂ. പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ചൂട് പിടിക്കുകയോ അതൊന്നും ചെയ്യരുത്. കാരണം ഇത് ഓൾറെഡി ഹീറ്റാണ്, ഹീറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഹോട്ട് ഫെർമെൻറ്റേഷനോ അല്ലെങ്കിൽ ചൂട് പിടിക്കുക, കിഴി പിടിക്കുക, അതൊന്നും ഇതിൻ്റെ മീതെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തൈലമൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് പലരും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. കാരണം നമുക്കിതൊക്കെ അപ്ലൈ ചെയ്ത് കുറേ നേരം ഇരിക്കണം, എന്നിട്ട് കഴുകി കളയണം, അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ അത് പറ്റും, സ്മെല്ലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പരട്ടാം. വേദന വന്നു, ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു, വേദന പോയി, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം, ഞാനീ പറഞ്ഞ ലിനമെൻറ്റ്സ് ഹീറ്റ് ജനറേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മൾ പിത്തം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിത്തം കൂടി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ജോയിൻറ്റിൽ നല്ല നീര്, അതും നല്ല ചുവന്ന നിറത്തോടു കൂടി, റെഡ്നെസ്സോടു കൂടി വരുന്ന നീര്, അതിന് നല്ല ചൂടും ഉണ്ടായിരിക്കും, നല്ല വേദനയും ചൂടും ഒക്കെ ഉണ്ടാവുന്നത് റുമാറ്റിക് പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസിലൊക്കെ വരുന്ന പെയിൻ ആയിരിക്കും. അങ്ങനെ ഈ പിത്ത അനുബന്ധത്തോടു കൂടി വരുന്ന വേദനയിൽ നമ്മൾക്ക് എപ്പോഴും നല്ലത് ഐസ് പാക്ക്, തണുത്ത എന്തെങ്കിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ലിനമെൻറ്റ്സ് പോലെ ചൂടുള്ള സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. ഹോട്ട് ഫെർമെൻറ്റേഷൻ, ചൂട് വയ്ക്കുകയും അരുത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ. അതല്ലാതെ നല്ല കട്ടിയുള്ള തണുത്തിരിക്കുന്ന
നമ്മുടെ വേദനയ്ക്ക് കാരണമാവുന്ന മസിൽ സ്റ്റിഫ്നെസ് ഒക്കെയുള്ള കണ്ടീഷനിലാണ് ഈ ലിനമെൻറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അതായത് പെട്ടെന്ന് തന്നെ ആ വേദന നമുക്ക് ഇല്ലാണ്ടാവും. ഇതിൽ ചില കമ്പനികളൊക്കെ ഇപ്പോൾ ധന്വന്തരം ലിനമെൻറ്റ്, മുറിവെണ്ണ ലിനമെൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ മുറിവെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മുടിവോ ചതവോ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ മുറിവെണ്ണ ഉപയോഗിക്കുന്നത്. ഈ മുറിവെണ്ണ ഉപയോഗിക്കുന്ന അതിന് പകരം നമ്മൾ ആ സമയത്ത് ഒന്നുകിൽ മുറിവെണ്ണയിൽ ഒരു 10 തുള്ളി ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ഈ മുറിവെണ്ണ ലിനമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എവിടെയെങ്കിലും തട്ടി വേദന വരിക, നമുക്ക് ഉളുക്ക് ചതവ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഈ മുറിവെണ്ണ ലിനമെൻറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് വീട്ടിൽ വെച്ച് ഇങ്ങനെ എപ്പോഴും ഇത് ഒരെണ്ണം വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും നമ്മുടെ എമർജൻസി മെഡിക്കൽ കിറ്റിനകത്ത് ഏതെങ്കിലും ഒരു ലിനമെൻറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേദനകൾ എന്തെങ്കിലും വരുന്നു, ഈ വേദന നമ്മൾ ഇടയ്ക്ക് പുരട്ടുന്നു, പിന്നെ ആ വേദന പോകുന്നു, വീണ്ടും മരുന്ന് പുരട്ടണു, പിന്നെയും വേദന പോകുന്നു, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മരുന്ന് പുരട്ടിയിട്ടും വേദന നിലനിൽക്കുകയാണെങ്കിൽ അതിന് കാരണങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടാവും. അപ്പം നമ്മളതങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് നടുവേദനയോ മുട്ടുവേദനയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ആർത്രൈറ്റിസിൻ്റെ തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ടേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നടുവേദന, കഴുത്തുവേദന ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ശരിക്കും ഒരു നല്ല ഡോക്ടറെ കാണിച്ച് എന്താണ് അതിൻ്റെ വേദനയുടെ കാരണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. അത് മറന്നു പോകരുത്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു കാരണമാവണമെന്നില്ല എപ്പോഴും. അതൊന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു.